വന്യജീവി സംഘർഷത്തിൽ ഒറ്റപ്പെട്ട് വനമേഖലയിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതി നവകിരണം പദ്ധതി. 2025 യോഗാ ദിനാഘോഷത്തിന് വേദിയായ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്തിടെ പ്രകാശനം ചെയ്ത അവർ ലിവിംഗ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശശി തരൂർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലമായ ജനാബ് പാലം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എന്ന്. 2025 ജൂൺ 6. അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്നത് എന്ന്. 2025 ജൂൺ 12. 2011 ശേഷം കേരളത്തിൽ സെൻസസ് നടക്കുന്നത് എന്ന്. 2027 മാർച്ച് 1. 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി വിജയകരമായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ സഖി. അടുത്തിടെ അന്തരിച്ച മാരുതി ചിതമ്പള്ളി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? പരിസ്ഥിതി മേഖല. 2025 UN സമുദ്ര ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. UN പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം 2025 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയായി മാറും എന്നാണ് റിപ്പോർട്ട്. 146 കോടി. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്ര. 2025 ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യക്ക് ലഭിച്ച സ്വർണം 4. ഏകീകൃത പെൻഷൻ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര.